അമേരിക്കയുടെ അതീവ രഹസ്യ സാങ്കേതിക വിദ്യകൾ ഇറാൻ ചോർത്തി എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അത് അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. സാങ്കേതിക മികവിൽ അമേരിക്കയേക്കാൾ മെച്ചപ്പെട്ടതാണ് ചൈനയുടേതെന്നും ചൈന കഴിഞ്ഞാൽ പിന്നെ അത് ഇറാനാണ് അവകാശപ്പെട്ടത് എന്ന അഭിപ്രായം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു. ലോസ് ആഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയിൽ നിന്ന് 700 ജിഗാബൈറ്റ് ഡാറ്റകൾ, അതായത് അതീവ രഹസ്യ ഡാറ്റകളാണ് ചോർന്നത്. ഇത് ആണ് അമേരിക്ക ഇപ്പോൾ സ്ഥിരീകരിച്ചത്. ഇറാൻ്റെ സൈനിക യോദ്ധാക്കളാണ് ഇത് ചോർത്തപ്പെട്ടത് എന്ന് പിന്നീട് ചോർത്തപ്പെട്ടവർ അവകാശപ്പെടുകയും ചെയ്തു. സാങ്കേതിക വിദ്യ അപ്പാടെ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതും ചോർത്താൻ തങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതുമാണ് ഇറാൻ്റെ ഹാക്കർമാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അല്ലെങ്കിൽ അവർ ഈ വിഷയത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് വിവരം നൽകിയത്. 2026 ആദ്യഘട്ടത്തിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ സൈബർ ആക്രമണം നടന്നു എന്നുള്ളതും ബസ്സും ട്രെയിനും ഓടിക്കുന്നതിന് പോലും ഇത് ബാധിച്ചു എന്നുള്ളതും ഒരു സ്ഥിരീകരണ റിപ്പോർട്ട് ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള അതോറിറ്റി തന്നെ പുറപ്പെടുവിച്ചിരുന്നു. കാര്യം ആദ്യഘട്ടത്തിലൊന്നും ഇതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലായിട്ടില്ല. പിന്നീടാണ് ഇതെല്ലാം നെറ്റ്വർക്കെല്ലാം കലങ്ങി തിരിഞ്ഞാണ് പോകുന്നത്. ഈ ഡാറ്റകളെല്ലാം ചോർന്നു പോയിരിക്കുന്നു, അതിലെല്ലാം മറ്റാരോ കൈകടത്തലുണ്ടായിരിക്കുന്നു, അതീവ രഹസ്യങ്ങൾ ചോർത്താൻ എങ്ങനെ സാധിച്ചു, അതിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ, ഈ തരത്തിലൊക്കെയാണ് അന്വേഷണം വരുന്നത്. ഇമെയിലുകൾ, ബാക്കപ്പ് ഫയലുകൾ, ആഭ്യന്തര രേഖകൾ, സിസ്റ്റം ഡാറ്റകൾ ഇവയെല്ലാം ചോർന്നതിൽ പെടുന്നു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ആ വിഷയത്തിൻ്റെ ഉത്തരവാദിത്തം പറ്റി ഇറാൻ്റെ ഒരു നെറ്റ്വർക്ക് സംവിധാനം അഥവാ അബാബിൽ ഓഫ് മിനാബ് പ്രോ ഇറാൻ എന്ന് പറയുന്ന ഒരു ഹാക്കർ ഗ്രൂപ്പ് ഇതിൻ്റെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും പിന്നീട് അന്വേഷണത്തിൽ, അതായത് അമേരിക്കയുടെ അന്വേഷണത്തിൽ ഇറാനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ചില തെളിവുകൾ അവർക്ക് ലഭ്യമാവുകയും ചെയ്തു. പിന്നെ ഫെഡറൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ഇതെങ്ങനെ അമേരിക്കക്ക് ഇറാൻ സാധിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല. അഥവാ എന്തൊക്കെ വിവരങ്ങൾ അത് ഈ രഹസ്യമായിരിക്കുന്ന എന്ന് പറയുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂയോർക്ക് ഇതിൻ്റെ വൈറ്റ് ഹൗസിൽ നിന്ന് ചില രേഖകൾ, അതായത് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ തന്നെ പ്രസിഡന്റ് താമസിക്കുന്ന ഇടത്തു നിന്ന് ചില രേഖകൾ ഇതിന് മുൻപ് ചോർന്നിരുന്നു. ആ ചോർന്നത് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. റഷ്യയുടെ ആക്രമണമാണ് ചോർത്തിയത്. എന്നാൽ റഷ്യയുടെ ആക്രമണർക്കും ഈ കാര്യത്തിൽ ഇറാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ യുദ്ധം തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ എങ്ങനെയൊക്കെയാണ് റഷ്യയെ പ്രതിരോധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം സൈനിക മേധാവികൾക്ക് പ്രസിഡന്റ് നൽകിയതിൻ്റെ രഹസ്യമാണ് ചോർന്നു പോയത്. അപ്പോൾ നേരിട്ട് കൊണ്ട് ഇടപെടുന്ന തരത്തിലായിരിക്കണം യുദ്ധം എന്നുള്ളതും ഒരു തരത്തിലും റഷ്യയെ ഇതിൻ്റെ മേലെ ആധിപത്യം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ അതീവ രഹസ്യമായിരിക്കുന്ന വിവരങ്ങളാണ് അവർ ക്രോഡീകരിക്കപ്പെട്ടത്. അത് അപ്പാടെ ചോർന്നു പോയിരിക്കുന്നു. വൈറ്റ് ഹൗസിൽപ്പെട്ട ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ അന്ന് സംശയം ഉണ്ടായിരുന്നു. പിന്നെ അതേക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ വിവര കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ കിടക്കുന്ന ഈ വിവര കാര്യങ്ങളെല്ലാം ഇറാനിലെ ആക്രമണക്കാർക്ക് ചോർത്താൻ എങ്ങനെ സാധിച്ചു, എന്തൊക്കെ സാങ്കേതിക വിദ്യയാണ് അവർ ഇതിന് ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു എന്ന് മാത്രമായി ഒരു ഞെട്ടലോട് കൂടിയാണ്. അവർ പറയുന്ന കാര്യം, ലോകത്ത് ഒരു രാജ്യത്തിന് നേരെയും യുദ്ധം നടത്താൻ പോലും സാധിക്കാത്ത വണ്ണം മാനസികമായി അമേരിക്കയുടെ സൈനിക സംവിധാനം ക്ഷീണിച്ചു പോയിരിക്കുന്നു, അത് തളർന്നു പോയിരിക്കുന്നു എന്ന തരത്തിലാണ്. വളരെ എളുപ്പത്തിൽ യുദ്ധത്തിൻ്റെ ഇടപെട്ട എല്ലാ രാജ്യങ്ങളിലെയും യുദ്ധം കീഴ്പ്പെടുത്തുകയും മറ്റു ലോക രാജ്യങ്ങൾ തങ്ങളെ പേടിച്ചുകൊണ്ട് തങ്ങൾക്ക് പിന്തുണ പറയുകയും അറേബ്യൻ രാജ്യങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ വലിയ രീതിയിൽ സഹായം നൽകുകയും ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല തങ്ങൾക്കെതിരെ ഇവരെല്ലാവരും തിരിയുന്നൊരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കാര്യം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന് സമ്മതിച്ചേ പറ്റൂ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യവും. അമേരിക്കയുടെ സാങ്കേതിക വിദ്യ ചോർന്നെന്ന് പറഞ്ഞ ചെറിയ സംഭവമൊന്നുമില്ല. കാര്യം ഒരു 3-4 ലോക യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഒരു പക്ഷത്ത് നേതൃത്വം നൽകേണ്ട രാജ്യമാണ് അമേരിക്ക. അവിടെ കാര്യങ്ങളൊക്കെ രഹസ്യമായ രീതിയിൽ ചോർന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. മറ്റ് രാജ്യങ്ങളുടെ രഹസ്യം ചോർത്തുന്ന കാര്യത്തിൽ അമേരിക്ക വമ്പന്മാരാണ്, അല്ലെങ്കിൽ കൊമ്പന്മാരാണ്. അവർ സാധാരണ ചെയ്യാറുണ്ട്.
967 അറബ് ഇസ്രായേൽ യുദ്ധം ഈ ഭാഗത്ത് പരാമർശിക്കപ്പെട്ടത് കാണാൻ വേണ്ടി സാധിക്കും. എങ്ങനെ അത് പറയുന്നത് ഇങ്ങനെയാണ്. 967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 6 ദിവസം 6 ഡേ വാറാണ് പറയുന്ന സമയത്ത് 6 ഡേ വാറൊന്നും ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ എടുത്തിട്ടില്ല. അത് 6 അവർ വാറോട് കൂടി തന്നെ അത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കാര്യം എന്ന് പറഞ്ഞാൽ ഈജിപ്ത് അടക്കമുള്ള ഇസ്രായേൽ വിരുദ്ധ ചേരി, അറേബ്യൻ ചേരിയുടെ നേതൃത്വം അന്ന് ഈജിപ്തിനായിരുന്നു. നാസർ എന്ന് പറയുന്ന രാജാവായിരുന്നു അതിൻ്റെ നേതൃത്വ പങ്കാളിത്തം വഹിച്ച വ്യക്തി. അപ്പോൾ അവരുടെ രഹസ്യങ്ങൾ ചോർത്തുന്ന കാര്യത്തിൽ ഫ്രാൻസും അമേരിക്കയും വിജയിച്ചു. യഥാർത്ഥത്തിൽ ആ യുദ്ധം ചെയ്തത് ഇസ്രായേലൊന്നുമല്ല, അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. പറയുന്ന സമയത്ത് ഇസ്രായേൽ ഒറ്റക്ക് നടത്തിയ യുദ്ധം 6 ദിവസം നീണ്ടു നിന്നു. 6 രാജ്യങ്ങളെ പരാജയപ്പെടുത്തി വലിയ രീതിയിൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ലെബനാനിൽ നിന്ന്, സിറിയയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, ജോർദാനിൽ നിന്ന് ഭൂപ്രദേശം പിടിച്ചെടുത്തു. അന്ന് വരെ ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന ഭൂപ്രദേശത്തിനെ 4 ഇരട്ടിയായി വികസിപ്പിച്ചു. അത് അവരുടെ മാത്രം ബുദ്ധിയാണ്, ശക്തിയാണ്. അങ്ങനെയൊന്നുമല്ല. രഹസ്യം ചോർത്തി എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങേണ്ടത് 11 മണിക്കാണ്. അവർ 8 മണിക്ക് തന്നെ യുദ്ധം ആരംഭിച്ചു. അതാണ് അതിൻ്റെ വിഷയം. 8 മണിക്ക് യുദ്ധം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ചോർത്തി കൊടുത്തത് എന്നതിൽ പിന്നീട് ഒരു അന്വേഷണ ഏജൻസി ആ റിപ്പോർട്ട് പുറത്തുവിട്ടു. അറേബ്യൻ അന്വേഷണ ഏജൻസി തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു സമഗ്രമായിരിക്കുന്ന അന്വേഷണമുണ്ട്. സൗദി അറേബ്യയൊക്കെ അതിലുണ്ടെന്ന് പറയുന്ന അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 8 മണിക്ക് സൈനിക ടാങ്കുകളിൽ, യുദ്ധവിമാനങ്ങളിൽ, ഹെലികോപ്റ്ററുകളിൽ, കവചിത വാഹനങ്ങളിലൊന്നും യഥാർത്ഥത്തിൽ അവിടുത്തെ സൈനികർ അല്ലെ ബന്ധപ്പെട്ടവർ, പൈലറ്റുമാർ ഒന്നും ഉണ്ടാവില്ല. അത് ഒരു പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയമാണ്. എല്ലാവരും പുറത്താണ് ഉണ്ടാവുക. അപ്പോൾ യുദ്ധം തുടങ്ങുക 11 മണിക്കാണ്. ആ സമയത്ത് കയറിയാൽ മതിയല്ലോ. ഈ പ്രഭാത ഭക്ഷണത്തിന് സൈനികർ പുറത്തിറങ്ങുന്ന സമയം 7 മണി മുതൽ 8 മണി വരെയാണ് എന്നത് അമേരിക്ക ഇസ്രായേൽ ചോർത്തി കൊടുത്തു, അല്ലെങ്കിൽ ഫ്രാൻസ് ചോർത്തി. 2 പേരും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ആക്രമണം നടത്തേണ്ടത്. കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചടി ഉണ്ടാവില്ല. സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പോൾ നല്ലല്ലോ ഉണ്ടാവുക. ചതി തുടങ്ങിയത്, ഏറ്റവും കഠിനമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ ചതി ഇസ്രായേൽ തുടങ്ങിയത് അന്നാണ്. സാറ്റലൈറ്റിന് പിടികൊടുക്കാത്ത വിധം ഏറ്റവും താഴ്ന്നുകൊണ്ടാണ് യുദ്ധവിമാനങ്ങൾ പറക്കേണ്ടത് എന്ന് അമേരിക്ക നിർദ്ദേശം നൽകി. ഏകദേശം 100ഓളം യുദ്ധവിമാനങ്ങൾ അന്ന് ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എത്ര ആണെങ്കിലും അവരുടെ കൈവശത്തിലുള്ള യുദ്ധവിമാനത്തിൻ്റെ ഏറെക്കുറെ 10 എണ്ണം ഒഴിച്ച് ബാക്കി എല്ലാ യുദ്ധവിമാനങ്ങളും ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. അവരുടെ പ്രത്യേകമായ രീതി അത് തന്നെയാണ്. കൂട്ടത്തോടു കൂടി ആക്രമിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. ഇറാന് 2025 നോക്ക് കൂട്ടത്തോടുകൂടിയല്ല ആക്രമിക്കുക. ഒരേ സമയത്ത് സൈനിക മേധാവി കൊല്ലപ്പെടുന്നു, ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുന്നു, അവരുടെ ആയുധ മേഖല ആക്രമിക്കുന്നു, അവരുടെ സൈനിക മേധാവികൾ താമസിക്കുന്ന ഇടം ആക്രമിക്കുന്നു. എല്ലാം ഒറ്റ സമയത്ത് ആക്രമണം നടത്തും. 2026 അങ്ങനെ തന്നെയാണ്. അയത്തുള്ള അലി ഖംനയെ കൊലപ്പെടുത്തി എന്ന് മാത്രം അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. ഒരുപാട് സൈനികർ അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. സാങ്കേതിക സംവിധാനത്തിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആയുധങ്ങൾ സൂക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന ഗോഡൌൺ നേരെ ആക്രമണം, കൂട്ടത്തോടുകൂടി ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് സാധാരണ രീതിയിൽ അവർ പ്രയോഗിക്കുന്ന തന്ത്രമാണ്. ഇവിടെയും അത് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ചൊല്ലി. അതായത് 967 ആ യുദ്ധം അങ്ങനെയാണ് ഉണ്ടായത്. ഒരേ സമയത്ത് ആക്രമിക്കുന്നു. അവരുടെ യുദ്ധവിമാനങ്ങൾ, കവചിത യുദ്ധ സാമഗ്രികൾ, ടാങ്കുകൾ, ഈ യുദ്ധക്കപ്പലുകൾ, സൈനികർ, ഇതെല്ലാം ഒറ്റ സമയത്ത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണത്തിൽ യഥാർത്ഥത്തിൽ അറബ് ലോകം നടുങ്ങിപ്പോയി. പിന്നീട് ശേഷിക്കുന്ന കുറഞ്ഞ യുദ്ധ സാമഗ്രികൾ മാത്രമേ അവരുടെ കൈവശത്തുള്ളൂ. അത് വെച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യുദ്ധം നടത്തിയത്. ഒരിക്കലും ജയിക്കാത്ത യുദ്ധത്തിൻ്റെ മുനമ്പായിട്ട് യഥാർത്ഥത്തിൽ 967 അറബ് ഇസ്രായേൽ യുദ്ധം മാറി. വലിയ നഷ്ടങ്ങളുണ്ടായി. ഗസ നഷ്ടപ്പെട്ട്. ഗസ യഥാർത്ഥത്തിൽ ഈജിപ്തിൻ്റെ ഭാഗമാണ് അന്ന്. വെസ്റ്റ് ബാങ്ക് ജോർദാൻ്റെ ഭാഗമാണ്. ഗോലാൻ കുന്ന് സിറിയയുടെ ഭാഗമാണ്. പിന്നെ ലെബനാൻ്റെ ഒരു ഗോലാൻ കുന്നിനോട് ചേർന്നിട്ടുള്ള മറ്റൊരു പ്രദേശം. ഈ പ്രദേശമൊക്കെ നഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ലോസ് ഏഞ്ചൽസും. അപ്പോൾ അതിനുശേഷം വലിയ രീതിയിലുള്ള സാങ്കേതിക സംവിധാനത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി അവരങ്ങനെ ഉയർന്നു ടോപ്പെത്തി. അവർക്ക് മേലെ വേറെ ആരും പറക്കാത്ത രീതിയിലായി. അമേരിക്ക അങ്ങനെ, ഇസ്രായേലും അങ്ങനെ. ഇസ്രായേലിന് എന്തെങ്കിലും പുതിയ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചാൽ അമേരിക്കയോട് പറയും, അമേരിക്ക കണ്ടുപിടിച്ചാൽ ഇസ്രായേലിനോട് പറയും. ഇവർ തമ്മിൽ അങ്ങനെ ഇരട്ടകളെപ്പോലെ അങ്ങനെ ജീവിച്ചു പോന്നു. അപ്പോൾ പിന്നെ അവരങ്ങനെ വലുതാവുന്നത് അവർ തന്നെ കണ്ട് ആസ്വദിച്ചു. അതിനോടൊപ്പം ചെറിയ രാജ്യങ്ങൾ വലുതാവുന്നത് അവർക്ക് കാണാൻ സാധിക്കാതെ പോയി. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഇത്രയും രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇറാൻ ചോർത്തി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അത് അതീവമായിരിക്കുന്ന രഹസ്യ വിവരങ്ങൾ തന്നെയാണ് ചോർത്തിയത്. അതിൻ്റെ മാനസിക പ്രയാസത്തിലാണ് ഇപ്പോൾ അമേരിക്ക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.